ഹായ് ബികോം കോർപ്പറേഷൻ്റെ ഫണ്ടമെന്റൽസ് ഓഫ് കോർപ്പറേഷനിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഫസ്റ്റ്, മീനിങ് ഓഫ് കോർപ്പറേഷൻ. കോഓപ്പറേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് കോഓപ്പററി. കോഓപ്പററി എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് കോർപ്പറേഷൻ എന്ന വാക്ക് വന്നത്. കോ മീൻസ് വിത്ത്, ഓപ്പററി മീൻസ് ടു വർക്ക്. അപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഹെൻസ് കോർപ്പറേഷൻ മീൻസ് വർക്കിംഗ് ടുഗദർ വിത്ത് അതേഴ്സ് ഫോർ എ കോമൺ പർപ്പസ്. ഒരു കോമൺ പർപ്പസിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുക. വർക്കിംഗ് ടുഗദർ വിത്ത് അതേഴ്സ്, മറ്റുള്ളവരോടൊപ്പം വർക്ക് ചെയ്യുക. കോർപ്പറേഷൻ റെഫേഴ്സ് ടു ദി പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് കൊളാബറേറ്റ്. ഇൻഡിവിജ്വൽസോ ഗ്രൂപ്പ്സോ ഒരുമിച്ച് ചേരുന്നു. കൊളാബറേറ്റ് ടു അച്ചീവ് മ്യൂച്വൽ ബെനിഫിറ്റ്. അവരുടെ മ്യൂച്വൽ ബെനിഫിറ്റ്സ്, പരസ്പരമുള്ള ബെനിഫിറ്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പോ ഇൻഡിവിജ്വൽസോ ഒരുമിച്ച് ചേരുന്നതിനെയാണ് കോഓപ്പറേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ്, ഡെഫിനിഷൻ. ഇന്ത്യൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 കോർപ്പറേഷനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: A society which has its object to promote the economic interest of its members in accordance with the cooperative principle. കോഓപ്പറേറ്റീവ് തത്വങ്ങൾ മാനിച്ചുകൊണ്ട്, ആ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മളുടെ സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. അതാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 പ്രകാരം കോർപ്പറേഷനെ ഡിഫൈൻ ചെയ്യുന്നത്. ഈ സൊസൈറ്റി വിച്ച് ഹാസ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. ഒരു സൊസൈറ്റിക്ക് അതിൻ്റെ ലക്ഷ്യമുണ്ട്. എന്താണ് അതിൻ്റെ ലക്ഷ്യം? ടു പ്രൊമോട്ട് ദ എക്കണോമിക് ഇൻട്രസ്റ്റ്, സാമ്പത്തിക താല്പര്യം പ്രൊമോട്ട് ചെയ്യുക. ആരുടെ? ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്, അവരുടെ മെമ്പേഴ്സിൻ്റെ. എങ്ങനെയാണ്? നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, കോപ്പറേറ്റീവ് തത്വങ്ങൾ, നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുക. അടുത്തത്, കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി 1946 കോർപ്പറേഷനെ ഡിഫൈൻ ചെയ്യുന്നത്: കോർപ്പറേഷൻ ഈസ് എ ഫോം ഓഫ് ഓർഗനൈസേഷൻ. അതൊരു ഓർഗനൈസേഷനാണ്. ഇൻ വിച്ച് പേഴ്സൺസ് വോളണ്ടറിലി അസോസിയേറ്റ് ടുഗദർ. സ്വന്തം താല്പര്യത്തോടെ കുറേ പേഴ്സൺസ് ഒരുമിച്ച് ചേർന്നു. ഓൺ ദ ബേസിസ് ഓഫ് ഇക്വാളിറ്റി, എല്ലാവരും ഒരേപോലെ കാണുന്നത്. ഇക്വാളിറ്റി ഫോർ ദ പ്രൊമോഷൻ ഓഫ് ദെയർ എക്കണോമിക് ഇൻട്രസ്റ്റ്. എന്തിനു വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേരുന്നത്? അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ. അപ്പോൾ കോർപ്പറേഷൻ ഈസ് എ ഫോം ഓഫ് ഓർഗനൈസേഷൻ ഇൻ വിച്ച് പേഴ്സൺസ് വോളണ്ടറിലി അസോസിയേറ്റ്സ്. ആരുടെ നിർബന്ധപ്രകാരമല്ല, വോളണ്ടറിലി കൂടിച്ചേരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ പ്രൊമോഷൻ ഓഫ് ദെയർ എക്കണോമിക് ഇൻട്രസ്റ്റ്, അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുക. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് കോർപ്പറേഷൻ. ഫസ്റ്റ് വൺ, സർവീസ് മോട്ടോ. സർവീസ് മോട്ടീവാണ് കോർപ്പറേഷൻ, ഒരിക്കലും പ്രോഫിറ്റ് മോട്ടീവ് അല്ല. അപ്പോൾ ദ പ്രൈമറി ഗോൾ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ടു ഓഫർ സർവീസസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രൈമറി ഗോൾ, പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെമ്പേഴ്സിന് സേവനങ്ങൾ കൊടുക്കുക. ഓഫർ സർവീസസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. സൊസൈറ്റി ഷുഡ് എയിം ടു ഡെലിവർ ഇംപ്രൂവ്ഡ് സർവീസസ്, മെച്ചപ്പെട്ട സേവനങ്ങൾ ലോവസ്റ്റ് കോസ്റ്റിൽ, കുറഞ്ഞ ചെലവിൽ മെമ്പേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. നെക്സ്റ്റ്, സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്. സ്വയം സഹായിക്കുക, പരസ്പരം സഹായിക്കുക. ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി മ്യൂച്വൽ കോപ്പറേഷൻ ഓഫ് മെമ്പേഴ്സ് ഈസ് ക്രൂഷ്യൽ. അതായത് മെമ്പേഴ്സിൻ്റെ പരസ്പര സഹകരണം കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അത്യാവശ്യമാണ്. മെമ്പേഴ്സ് ലുക്ക് ആഫ്റ്റർ ദെയർ ഓൺ എക്കണോമിക് ഇൻട്രസ്റ്റ്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ വളർച്ച, പരസ്പര സപ്പോർട്ടിലൂടെ അവരുടെ വളർച്ചയും ഉറപ്പുവരുത്തുന്നു. അങ്ങനെയാണ് കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്. നെക്സ്റ്റ്, മൂന്നാമത്തെ പോയിന്റ്, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. ദ ഇൻകം ഓഫ് പീപ്പിൾ ഈസ് ലിമിറ്റഡ്. നമ്മുടെ ജനങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ പീപ്പിളിൻ്റെ ഇൻകം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ എവരി വൺ ഈസ് ദ കീ ഓഫ് കോർപ്പറേഷൻ. കോർപ്പറേഷൻ്റെ കീ, അതായത് അതിൻ്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈച്ച് ഫോർ ഓൾ, ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി. അപ്പോൾ അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടായ്മയാണത്. എവരി മെമ്പർ ഈസ് എ സ്റ്റേക്ക് ഹോൾഡർ. സൊസൈറ്റിയുടെ സ്റ്റേക്ക് ഹോൾഡറാണ് എല്ലാ മെമ്പേഴ്സും. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 10 പേരെങ്കിലും വേണം. അറ്റ്ലീസ്റ്റ് 10 ഇൻഡിവിജ്വൽസ് എങ്കിലും വേണം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ. നെക്സ്റ്റ്, കോമൺ ഒബ്ജക്റ്റീവ്. പീപ്പിൾ ജോയിനിങ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവ് ഷെയർഡ് ഗോൾസ്. നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യുന്നവർ
എല്ലാവർക്കും എന്തുണ്ട്, അവരുടേതായിട്ടുള്ള ഗോൾസ് ഉണ്ട്. ദോസ് വിത്ത് സിമിലർ നീഡ്സ് യുണൈറ്റ് ടു അച്ചീവ് ദെയർ കോമൺ ഗോൾ. ഒരേ ആവശ്യമുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് അവരുടെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും അതിനുവേണ്ടി അവരെന്ത് ചെയ്യുന്നു, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ പീപ്പിൾ ജോയിനിങ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാസ് ഷെയർഡ് ഗോൾസ്. അവർക്ക് ഗോൾസ് ഉണ്ട്. ദോസ് വിത്ത് സിമിലർ നീഡ്സ് യുണൈറ്റഡ് ടു അച്ചീവ് ദെയർ കോമൺ ഗോൾസ്. ഒരേ ആവശ്യമുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് അവരുടെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപപ്പെടുത്തുന്നു. നെക്സ്റ്റ്, ഇക്വാളിറ്റി. നോ വൺ ഈസ് സീൻ ആസ് സുപ്പീരിയർ ഓർ ഇൻഫീരിയർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആരും സുപ്പീരിയറും അല്ല ഇൻഫീരിയറും അല്ല, വലിയവനും അല്ല ചെറിയവനും അല്ല. ഓൾ മെമ്പേഴ്സ് ഹാവ് ഈക്വൽ റൈറ്റ്. എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സും പവേഴ്സും ആണ്. എവരി മെമ്പർ ട്രീറ്റഡ് ഈക്വലി. എല്ലാ മെമ്പേഴ്സിനെയും ഒരുപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ. നമുക്കറിയാം ഇപ്പോൾ സൊസൈറ്റി ഇലക്ഷനൊക്കെ നടത്തിയിട്ടാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ. മെമ്പേഴ്സ് ഹോൾഡ്സ് മോർ സിഗ്നിഫിക്കൻസ് ദാൻ ക്യാപിറ്റൽ. മൂലധനത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം ആർക്കാണ്, മെമ്പേഴ്സിനാണ്. ദ ഓപ്പറേഷൻസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആർ ക്യാരിഡ് ഔട്ട് ഡെമോക്രാറ്റിക്കലി ബൈ ദ എലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ, അതായത് മാനേജിംഗ് കമ്മിറ്റീനെ തെരഞ്ഞെടുത്ത് അവരാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത്. ദ ബേസിസ് കോപ്പറേഷൻ ഈസ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്. കോപ്പറേഷന്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ, അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആണ്, ജനാധിപത്യ മാനേജ്മെന്റ്. ദെൻ വോളണ്ടറി അസോസിയേഷൻ. ജോയിനിങ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഓപ്ഷൻ. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ മതി, വേണ്ടെങ്കിൽ ജോയിൻ ചെയ്യണ്ട. അത് വോളണ്ടറി ആണ്. വോളണ്ടറി അസോസിയേഷൻ ആണ് എന്ത്, കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫാക്ടേഴ്സ് ലൈക്ക് കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഡു നോട്ട് അഫക്ട് മെമ്പർഷിപ്പ്. അതായത് കാസ്റ്റ് നോക്കിയോ, റിലീജിയൻ നോക്കിയോ, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയോ ഒന്നും അല്ല മെമ്പർഷിപ്പ്. നമുക്ക് താല്പര്യമുണ്ടോ നമുക്ക് മെമ്പർ ആവാം. നോ വൺ ഈസ് ഫോഴ്സ് ടു ജോയിൻ. ആരെയും നിർബന്ധിക്കില്ല ജോയിൻ ചെയ്യാൻ. അതേപോലെ ആരോടും നിർബന്ധമായിട്ട് സൊസൈറ്റിയിൽ നിന്ന് മെമ്പർഷിപ്പ് കട്ട് ചെയ്ത് പോകണമെന്നും പറയില്ല. It is a voluntary association. Then, association of weaker section. A cooperative society is a group formed by the economically disadvantaged members of the society. ഇപ്പോഴൊക്കെ വലിയ വലിയ ആൾക്കാരാണെങ്കിലും നമ്മൾ നേരത്തെ എങ്ങനെയായിരുന്നു, എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ്ഡ് മെമ്പേഴ്സ് ആയിരുന്നു. എക്കണോമിക്കലി, സാമ്പത്തികപരമായി മോശം നിന്ന മെമ്പേഴ്സ് ആയിരുന്നു എന്ത് ചേർന്നത്, ഒരു ഗ്രൂപ്പായി ചേർന്ന് സൊസൈറ്റി ആരംഭിച്ചത്. ദീസ് ഇൻഡിവിജ്വൽസ് യുണൈറ്റ് ടു സ്ട്രെങ്തൻ ദെയർ കളക്റ്റീവ് പവർ. അവരുടെ കളക്റ്റീവ് പവർ എന്താണ്, സ്ട്രെങ്തൻ ചെയ്യാനും ആൻഡ് ഷീൽഡ് ദംസെൽവ്സ് ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ. അതായത് മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന, മണി ലെൻഡേഴ്സ് അവർ നന്നായിട്ട് ചൂഷണം ചെയ്തിരുന്നു, ജന്മികൾ. ആ ചൂഷണത്തിൽ നിന്ന്, ട്രേഡേഴ്സിൻ്റെ, ഏജന്റുമാരുടെയൊക്കെ ചൂഷണത്തിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചത്. നെക്സ്റ്റ്, എലിമിനേഷൻ ഓഫ് മിഡിൽമെൻ. In financial transaction, there are many middlemen, but cooperative societies operate without them. ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ ഒരുപാട് മിഡിൽമെൻസ് ഉണ്ടാവും, പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മിഡിൽമെൻസ് ഇല്ല. By avoiding middlemen, members receive higher quality goods at fair prices. നല്ല വിലയ്ക്ക് ഹയർ ക്വാളിറ്റി ഗുഡ്സ് ആർക്ക് കിട്ടും, മെമ്പേഴ്സിന് കിട്ടും. ഇവിടെ ആരെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്, മിഡിൽമെന്നെ, ഇടനിലക്കാരെ അവോയ്ഡ് ചെയ്യുന്നു. Thus, removal of middlemen is key aspect of cooperation. കോപ്പറേഷൻ്റെ ഒരു കീ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ, പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ മിഡിൽമെന്നെ ഒഴിവാക്കിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫെയർ ആയിട്ടുള്ള വിലയ്ക്ക്, അതായത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വിലയ്ക്ക് ഗുഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ് വിത്ത് സർവീസ് ഗോൾ. അതിന് പ്രോഫിറ്റ് മേക്കിംഗ് അല്ല അതിൻ്റെ ലക്ഷ്യം, സർവീസ് ആണ്. സർവീസ് ഗോൾ ഇൻസ്റ്റെഡ് ഓഫ് പ്രോഫിറ്റ് മേക്കിംഗ്. പ്രോഫിറ്റ് മേക്കിങ്ങിന് അവരുടെ ഗോൾ എന്താണ്, സർവീസ് ആണ്, സേവനമാണ്. പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ടു പ്രൊവൈഡ് സർവീസ് ആൻഡ് ദ കോമൺ ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. എന്താണ് പ്രൈമറി ഒബ്ജക്റ്റീവ്, എന്താണ്, അവരുടെ മെമ്പേഴ്സിന് സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ അവരുടെ കോമൺ ഇൻട്രസ്റ്റ്, പൊതു താല്പര്യം സംരക്ഷിക്കുക. അതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നെക്സ്റ്റ്, സോഷ്യോ എക്കണോമിക് മൂവ്മെൻറ്റ്. ദ ലെസ് പ്രിവിലേജ്ഡ് ഗ്രൂപ്പ് ഇൻ സൊസൈറ്റി യുണൈറ്റ് ടു കോപ്പറേറ്റ്
യുണൈറ്റ് ടു ക്രിയേറ്റ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ലെസ് പ്രിവിലേജ്ഡ്, താഴേക്കിടയിലുള്ള ആൾക്കാരെ ഒരുമിച്ച് കൂടി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചു. എംപവറിംഗ് ദെംസെൽസ്, അവരുടെ സ്വയം എന്താണ് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്. എന്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാൻ, അവരുടെ സ്വയം ഉന്നമനത്തിന് വേണ്ടിയിട്ട് ലെസ് പ്രിവിലേജ്ഡ് ഗ്രൂപ്പ്സ് ഒരുമിച്ച് ചേർന്നാണ് ആദ്യം ഒരു സൊസൈറ്റി രൂപീകരിച്ചത്. The growth and advancement of cooperative societies can lessen the exploitation of capitalist. ഇങ്ങനെ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി കൊണ്ടുവന്നപ്പോൾ അത് എന്ത് കുറയ്ക്കാൻ സഹായിച്ചു? ചൂഷണം. ക്യാപിറ്റലിസ്റ്റും ഇൻഡസ്ട്രിയലിസ്റ്റും, അതായത് മുതലാളിമാരും വ്യവസായിമാരും ട്രേഡേഴ്സും ഒക്കെ കയ്യിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ആ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിൽ നിന്ന് ഇവർക്ക് രക്ഷ നേടാൻ പറ്റി. ദിസ് മൂവ്മെന്റ് ഹെൽപ്സ് ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ വെൽത്തി ആൻഡ് ദ പുവർ. പണക്കാരനും പാവപ്പെട്ടവനൊക്കെ ഉള്ള ആ ഒരു ഇൻഇക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് മാറ്റാനായിട്ട് ഇത്